കൂട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ യോഹന്നാന്റെ പുസ്തകം അതിന്റെ 1-ാം അധ്യായം 1 മുതൽ 5 വരെ നമ്മൾ പരിചിന്തിച്ചു. ഇന്ന് നമ്മൾ 6, 7, 8 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേര്. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. അപ്പോൾ 6-ാം വാക്യം പറയുന്നത് ദൈവം അയച്ചിട്ടാണ് ഒരു മനുഷ്യൻ വന്നത്, അവന് യോഹന്നാൻ എന്നാണ് പേരെന്ന്. ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്കിവിടെ യോഹന്നാൻ സ്നാപകൻ യഹൂദിയ മരുഭൂമിയിൽ വന്നതായും അവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നു എന്ന് ഈ യോഹന്നാനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇനി നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 13-ാം വാക്യം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ വാക്യത്തിൽ കൂടെ സ്പഷ്ടമാണ് ദൈവം തന്റെ പ്രതിനിധിയെ അയച്ചിരിക്കുകയാണ്. അത് മുൻകൂട്ടി ദൈവം തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ദൂതനെ സെക്കറിയ പ്രവാചകന്റെ അടുക്കെ വിട്ടിട്ട് ഇങ്ങനെ പറയുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ദൈവം ആണ് ഈ യോഹന്നാന് യേശുവിന് മുമ്പായി അയക്കപ്പെട്ട ദൈവദൂതൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. 3:2 ഹന്നാഫും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെക്കറിയാവിന്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. കണ്ടോ, ദൈവത്തിന്റെ അരുളപ്പാട് സെക്കറിയാവിന്റെ മകനായ യോഹന്നാൻ ഉണ്ടായി. അപ്പോൾ ഇത് ദൈവം അയച്ച ദൈവത്തിന്റെ പ്രതിനിധിയാണ് യേശുവിന് മുമ്പായി അയച്ചത് എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും യോഹന്നാന്റെ പുസ്തകം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും പോകാം. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ ദൈവം തിരഞ്ഞെടുത്ത പ്രതിനിധി അല്ലെങ്കിൽ ദൂതൻ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനാണ് വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് കാണിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 3:11 ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു എന്ന്. അപ്പോൾ ഈ വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ടാണ് യോഹന്നാൻ വന്നത് എന്ന് ഈ വാക്യത്തിൽ കൂടെ മനസ്സിലാകുവാൻ സാധിക്കുന്നു. അപ്പോൾ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഇവിടെ. ഇനി നമുക്ക് അതിന്റെ പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 19:4 ഇങ്ങനെ വായിക്കുന്നു: അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്,
തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ ഈ യേശുവിനെ കുറിച്ചാണ്, യേശുവിൽ വിശ്വസിക്കണം എന്നാണ് യോഹന്നാൻ പറഞ്ഞത് എന്ന് പൗലോസ് ജനങ്ങളോട് പറയുകയായിരുന്നു. യോഹന്നാനെ കുറിച്ചല്ല പറഞ്ഞത്, യോഹന്നാൻ ഈ യേശുവിനെ കുറിച്ച് സാക്ഷ്യമായിട്ടാണ് പറഞ്ഞത്. യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്. എന്നാൽ തന്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്നത്രേ യോഹന്നാൻ പറഞ്ഞത് എന്നാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? യോഹന്നാൻ ഒരിക്കലും വെളിച്ചമാണ് എന്നല്ല പറഞ്ഞത്, വെളിച്ചത്തിന് സാക്ഷ്യമായിട്ടാണ് വന്നത് എന്നാണ് ഈ വാക്യങ്ങളെല്ലാം തെളിയിക്കുന്നത്. നമുക്ക് ഇനിയും അതിന്റെ 8-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. യോഹന്നാൻ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ എന്നാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ എന്താണ് പറയുന്നത്? നീ ആര് എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ, അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. കണ്ടോ? അപ്പോൾ നീ ആര് എന്ന് യോഹന്നാനോട് ചോദിച്ചപ്പോൾ യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയെല്ലാം അവന്റെ അടുക്കൽ അയച്ച്, അപ്പോൾ യോഹന്നാൻ അവർക്ക് എന്താണ് സാക്ഷ്യം പറഞ്ഞത്? ഞാൻ ക്രിസ്തുവല്ല എന്നേറ്റു പറഞ്ഞു. വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാനായി വന്നതാണ് യോഹന്നാൻ. എന്നാൽ യോഹന്നാൻ വെളിച്ചമായിരുന്നില്ല എന്നാണ് ഈ വാക്യം തെളിയിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യോഹന്നാൻ ജീവകാലം തികയാറായപ്പോൾ നിങ്ങൾ എന്നെ ആര് എന്ന് നിരൂപിക്കുന്നു? ഞാൻ മശിഹ അല്ല, അവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ കാലിലെ ചെരുപ്പഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഇവിടെ യോഹന്നാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ എന്നെ ആര് എന്ന് നിരൂപിക്കുന്നു? ഞാൻ മശിഹ അല്ല, അവൻ എന്റെ പിന്നാലെ വരുന്നു. അപ്പൊ ഇവിടെയും നമ്മൾ യോഹന്നാൻ വെളിച്ചമല്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയുവാൻ വന്നവൻ അത്രേ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മൾക്ക് ഈ 6, 7, 8 വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അടുത്ത ദിവസം നമ്മൾ 9, 10 വാക്യങ്ങൾ നമുക്ക് പരിചിന്തിക്കാം. ഇന്നത്തെ വായന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.